എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള എലി, പല്ലി, പാറ്റ ഇവയൊക്കെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുരുമുളകിൻ്റെ ഇലകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സിമ്പിളായിട്ടുള്ള അതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് കുരുമുളകിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഒരു 4 ഇലയോളം നമുക്ക് മതി കേട്ടോ. ഇനി ഇത് നമുക്ക് ഇടിക്കല്ലിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. ആദ്യം ഇത് ചതഞ്ഞ് കിട്ടിയതിന് ശേഷം നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. വളരെ യൂസ്ഫുൾ ആണ്, അതുപോലെ തന്നെ നല്ല എഫക്റ്റീവും ആണ്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ച കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ചേർത്തിട്ടൊന്ന് ഇടിച്ചെടുക്കുക. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രാമ്പു ആണ്. ഒരു 6 ഗ്രാമ്പു കൂടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്രാമ്പൂവിൻ്റെ സ്മെല്ലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് ഗ്രാമ്പു. അപ്പോൾ ഈ ഒരു സ്മെല്ല് നമ്മുടെ പാറ്റയും പല്ലിയുടെയൊക്കെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ അധികം ഹെൽപ്പ് ചെയ്യും. ഇനി ഈ ചതച്ചെടുത്തത് നമ്മൾ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്കൊന്നും ഇത് ഇട്ട് കൊടുക്കരുത്. ഈ ഒരു ടിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഒഴിവാക്കണം. ഗ്ലാസിൻ്റെ പാത്രങ്ങളോ അതല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രങ്ങളോ എടുക്കണം. എന്തിനാ വെച്ചാൽ നമ്മൾ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല വെട്ടി തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ഇല നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഗുണം നഷ്ടപ്പെടും കേട്ടോ. അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പോവും. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുള്ളത്. ഇതൊന്ന് അടച്ച് മാറ്റി വെക്കാം. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള സെക്കൻഡ് ടിപ്പ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടിപ്പ് ആ ഒരു വെള്ളം ചൂടാറുന്നത് വരെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ രീതി നമ്മുടെ എലികളുടെ ശല്യം, രൂക്ഷമായ എലികളുടെ ശല്യം മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടിപ്പ് കാണിക്കുന്നത്. എലി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാറ്റകളുടെയൊക്കെ ശല്യം വളരെ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് പരീക്ഷിച്ച് നോക്കിയാൽ മതി. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡ് അല്ലെങ്കിൽ നമുക്ക് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ നമ്മുടെ വർക്കി അതുപോലെയുള്ള എന്ത് സ്നാക്സ് ആ രീതി ബിസ്ക്കറ്റ്, ബ്രെഡ്, ബന്ന് ഇതുപോലുള്ള സ്നാക്സൊക്കെ നമുക്ക് എടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളകിൻ്റെ ഇല അതുപോലെ തന്നെ ഗ്രാമ്പൂ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പാരസിറ്റാമോൾ കേട്ടോ, നമ്മൾ 650ൻ്റെയാണ് എടുത്തിട്ടുള്ളത്. ഒരു പാരസിറ്റാമോൾ പൊടിച്ച് നല്ല പോലെ തന്നെ ഒന്ന് പൊടിച്ച് മിക്സിലേക്ക് നമ്മൾ ഇതൊന്ന് നല്ല പോലെ തന്നെ പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കി നമുക്ക് ഇതൊന്ന് കുഴച്ച് ഒരു ഉരുളകളാക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് ഒന്നല്ലെങ്കിൽ നമുക്ക് വിനാഗിരി ഒഴിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഓയിലുണ്ടല്ലോ, വെളിച്ചെണ്ണയല്ല ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കൈവച്ചിട്ട് കുഴച്ച് ഒരു ഉരുളകളാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ എലികളുടെ അതുപോലെ തന്നെ പാറ്റകളുടെയൊക്കെ ശല്യം മാറ്റാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഉരുളകളാക്കിയിട്ട് നമുക്ക് ഈ പല്ലി, പാറ്റ, എലി, പെരിച്ചാഴി ഇവയൊക്കെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഉരുളകളാക്കി എടുത്ത് മാറ്റുന്നുണ്ട്. ഇത് നമുക്ക് ഇത് നമ്മുടെ എലികളൊക്കെ വരുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിക്കുകയും ഇത് എലികളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വയറിന് പിടിക്കാതെ വന്ന എലികൾ പിന്നീട് അങ്ങോട്ട് തിരിച്ചു വരാത്ത രീതിയിൽ എലികളുടെ വയറിനുള്ളിൽ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും കേട്ടോ. ഇനി കൂട്ടത്തോടെ ചത്ത് വീണിട്ടില്ല എങ്കിലും എലികൾ പിന്നീട് ആ ഒരു പരിസരത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നമ്മളൊന്ന് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇത് പല്ലികൾക്കും വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. നമ്മൾ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് പാറ്റയുടെയൊക്കെ ശല്യം കൂടുതലായിട്ടുണ്ടാവുക നമ്മുടെ കിച്ചൺ സിങ്കിലാണല്ലേ. അപ്പോൾ പാത്രമൊക്കെ കഴുകിയതിന് ശേഷം ഇതുപോലെ സിങ്കിൽ ഒരു ഉരുളതുപോലെ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിൽ നമ്മുടെ ഗ്യാസിൻ്റെ മുകളിലും അതുപോലെ തന്നെ അടിവശത്തൊക്കെ നല്ല പോലെ തന്നെ പാറ്റയുടെ ശല്യം ഉണ്ടാവാറുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കാം. അതുപോലെ തന്നെ എവിടെയൊക്കെയാണോ നമ്മുടെ ഈ ഒരു നമ്മുടെ വീട്ടിൽ എലികളുടെയും പാറ്റയുടെയും ശല്യം ഉള്ളത്, പല്ലികളുടെയൊക്കെ ശല്യം ഉള്ളത്, അവിടെയൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. സ്ഥലങ്ങളിലൊന്നും തന്നെ നമുക്ക് പല്ലിയുടെ അതുപോലെ തന്നെ പാറ്റയുടെ ഒന്നും ശല്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ ഒരു സ്മെല്ല് കാരണം നമുക്ക് ഇതിൻ്റെയൊക്കെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും.
ഇനി നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളം നല്ല പോലെ തന്നെ ചൂടാറിയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്രാമ്പും കുരുമുളകും ചതച്ച ഈ ഒരു വെള്ളത്തിൻ്റെ കളർ ഇതാ ഈ ഒരു കളറിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇതിൻ്റെ അടിയിലുള്ള ഇലയൊക്കെ ഒഴിവാക്കി ആ ഒരു മേൽവശം മാത്രമായിട്ട് എടുക്കാം. നമുക്കിതിൻ്റെ ഒരു വെള്ളം മാത്രം മതി ഈ ഒരു ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെള്ളം എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള പല്ലി, പാറ്റ, ഉറുമ്പുകൾ ഇതിൻ്റെയൊക്കെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വെള്ളം മതി കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊന്നല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിൻ്റെയൊക്കെ ബോട്ടിൽ എടുക്കാം, അതല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സിങ്കിൽ നമ്മളിതുപോലെ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലും കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഇതൊന്ന് തുടച്ചെടുക്കുക. ഒരു വെള്ളം നമുക്കൊരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ ബോട്ടിലോ ഒക്കെ ആക്കി പല്ലിയും പാറ്റയൊക്കെ ഉള്ള സ്ഥലങ്ങളിലോ ഒന്ന് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവയുടെയൊക്കെ ശല്യം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക്